തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 7 ജില്ലകൾ വിധിയെഴുതുകയാണ്. ഇതുവരെയുള്ള എല്ലാ വിശദാംശങ്ങളും നോക്കാം. ആദ്യം ഉച്ചവാർത്തയിൽ പ്രധാന തലക്കെട്ടുകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഇതുവരെ 46.96% പോളിംഗ്. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം. കൊട്ടിക്കലാശം ആഘോഷമാക്കാൻ സ്ഥാനാർത്ഥികൾ. നടിയെ ആക്രമിച്ച കേസിലെ പോലീസ് ഗൂഢാലോചന സംബന്ധിച്ച് ദിലീപ് പറയുന്നത് അദ്ദേഹത്തിന്റെ തോന്നലുകളെന്ന് മുഖ്യമന്ത്രി. പോലീസ് മുന്നോട്ടു പോയത് തെളിവുകൾ നോക്കി. പോലീസിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ദിലീപിന് നീതി കിട്ടിയെന്ന പ്രസ്താവന വിവാദമായതോടെ മലക്കം മറിഞ്ഞ് UDF കൺവീനർ അടൂർ പ്രകാശ്. അതിജീവിതയ്ക്കൊപ്പമെന്നും മാധ്യമങ്ങൾ നൽകിയത് ഒരു ഭാഗം മാത്രമെന്നും അടൂർ പ്രകാശ്. സർക്കാർ അപ്പീൽ പോകണമെന്ന് സണ്ണി ജോസഫ്. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. റീപോൾ സർവേ ഫലം പരസ്യപ്പെടുത്തിയ സംഭവത്തിൽ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി R ശ്രീലേഖയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റ് സൈബർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. നടപടി മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ. സംഭവം ഗൗരവതരമെന്ന് കമ്മീഷൻ. കേരളത്തിലെ SIR നടപടികൾ 2 ദിവസം കൂടി നീട്ടി. ഹർജി സുപ്രീം കോടതി 18-ന് വീണ്ടും പരിഗണിക്കും. 97% എന്യൂമറേഷൻ ഫോം ഡിജിറ്റലൈസ് ചെയ്തതായി കമ്മീഷൻ കോടതിയിൽ. ഇൻഡിഗോ വിമാന കമ്പനിക്കെതിരെ നിലപാട് കടുപ്പിച്ചു കേന്ദ്രം. കമ്പനിയുടെ ശൈത്യകാല സർവീസുകൾ വെട്ടിച്ചുരുക്കി മറ്റു കമ്പനികൾക്ക് നൽകാൻ നീക്കം. എൻഫോഴ്സ്മെന്റ് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാലുടൻ ഇൻഡിഗോയ്ക്കെതിരെ കർശന നടപടിയെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ലോക്സഭയിൽ. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ കോടിക്കണക്കിന് രൂപ സഹകരണ ബാങ്കുകളിലും സൊസൈറ്റികളിലും നിക്ഷേപിച്ചതായി ആരോപണം. വിവരാവകാശ രേഖ പ്രകാരം വിശദാംശങ്ങൾ പുറത്തു വന്നത് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച തിരുനെല്ലി തൃശ്ശൂലേരി ക്ഷേത്രങ്ങളുടെ പണം ഉടൻ തിരിച്ചു നൽകണമെന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇതുവരെ 40.5% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വിജയപ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും. രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത്. തത്സമയ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആൻഫ്ലി ഡിസൂസ, രജിത് കുമാർ, ഒപ്പം കൊല്ലത്ത് നിന്ന് സുധീഷ് കുമാർ, ആലപ്പുഴയിൽ നിന്ന് അജയ്നാഥ്, പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൻദേവ്, ഇടുക്കിയിൽ നിന്ന് MC ബോബൻ, എറണാകുളത്ത് നിന്ന് ശ്രീജിത്ത് നായർ എന്നിവരൊക്കെ ചേരുന്നുണ്ട്. ആദ്യം ആൻഫ്ലി ഡിസൂസയിലേക്കാണ്. തെരഞ്ഞെടുപ്പിന്റെ 6ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ മികച്ച പോളിംഗ് ആണ് പലയിടത്തും രേഖപ്പെടുത്തിയത്. വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആൻഫ്ലിലേക്ക് വരുമ്പോൾ ആൻഫ്ലിറ്റ് ഉച്ചവരെയുള്ള ഒരു ചിത്രമാണ്. നമുക്കറിയാം, രാവിലെ തന്നെ വോട്ടർമാരുടെ ഒരു നീണ്ട നിര 7 ജില്ലകളിലും നമുക്ക് കാണാൻ സാധിച്ചു. ഉച്ചവരെയുള്ള ഒരു ചിത്രം എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ഏത് ജില്ലയിലാണ്? കുറവ് എവിടെയാണ്? ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? നമ്മൾ ഈ 1 മണിക്കൂർ, അതായത് കൃത്യമായി 1 മണിയാകുമ്പോഴുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം ഈ 7 ജില്ലകളിൽ 41% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴയിലും എറണാകുളം ജില്ലയിലുമാണ്. 42% പോളിംഗ് ആണ് ഈ 2 ജില്ലകളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അവിടെ എറണാകുളത്ത് തന്നെയാണ്. 43% അടുത്തെത്തിയിരിക്കുകയാണ് എറണാകുളത്തെ പോളിംഗ്. അതേസമയം ഏറ്റവും കുറവ് തിരുവനന്തപുരത്താണ്. 37% പോളിംഗ് ആണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ ഉച്ചയ്ക്ക് 1 മണി വരെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറെക്കുറെ ഈ കണക്കുകളൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ ഉച്ചയ്ക്ക് 1 മണിവരെ ഈ 7 ജില്ലകളിൽ 41% വോട്ടിംഗ് രേഖപ്പെടുത്തി എന്ന് പറയുന്നത് ഏറെക്കുറെ മികച്ച പോളിംഗ് തന്നെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം രാവിലെ മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് എല്ലായിടത്തും. അത് ഈ ഗ്രാമപ്രദേശങ്ങൾ മാത്രമല്ല, ഈ നഗരപ്രദേശങ്ങൾ മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഒക്കെ തന്നെയും രാവിലെ 7 മണി മുതൽ എല്ലാ ബൂത്തുകളിലും നീണ്ട നിര നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പ്രമുഖരൊക്കെ തന്നെ, രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ രാവിലെ മുതൽ, സ്ഥാനാർത്ഥികളൊക്കെ തന്നെ രാവിലെ 7-7:30, അതായത്
അതായത് ഒരു 10 മണിക്കുള്ളിൽ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ പ്രമുഖരുമൊക്കെ അതാത് ജില്ലകളിൽ അതാത് ബൂത്തുകളിൽ വന്ന് കൃത്യമായി സംവിധാനം നിർവഹിച്ച് മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നു. ഇതുവരെ ഉച്ചവരെ നമുക്ക് ലഭിക്കാൻ കഴിഞ്ഞ വിവരം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച പോളിംഗ് ആണ്. യാതൊരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുക എടുത്തു പറയേണ്ട രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഘർഷങ്ങളൊന്നും തന്നെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. തികച്ചും സമാധാനപരമായി മികച്ച രീതിയിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുന്നണികളൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഈ ഏറ്റവും മികച്ച രീതിയിൽ ഈ മുന്നോട്ട് പോകുമ്പോൾ അതായത് രാവിലെ 7 മണി മുതൽ എല്ലാ ബൂത്തുകളും നീണ്ട നിര കാണുമ്പോൾ ഓരോരുത്തരും അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് 3 മുന്നണികളും പ്രതീക്ഷിക്കുന്നതും കരുതുന്നതുമൊക്കെ തന്നെ. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കത്തി നിന്ന ശബരിമല വിഷയം തന്നെ അത് തെരഞ്ഞെടുപ്പ് വേളയിൽ അതായത് വോട്ടിംഗിന്റെ ദിവസവും പോലും പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ സജീവമായി നിലനിർത്താനൊക്കെ ശ്രമിച്ചിരുന്നു. രാവിലെ 7 മണിക്ക് വോട്ട് രേഖപ്പെടുത്താമെന്ന പ്രതിപക്ഷ വി.ഡി. സതീശൻ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരിലേക്ക് അന്വേഷണം പോകണമെന്നൊരു പ്രസ്താവന അദ്ദേഹം ഇറക്കുകയും അങ്ങനെ ഈ വിഷയം സജീവമായി നിലനിർത്താൻ ശ്രമിക്കുന്നു. പിന്നീട് സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം പറഞ്ഞത് ഈ ശബരിമല അയ്യപ്പനോട് കാണിച്ച അയ്യപ്പന്റെ ആ പ്രതികാരം ഭക്തരുടെ പ്രതികാരം ഈ വോട്ടെടുപ്പ് ബാധിക്കും, ഈ വോട്ടെടുപ്പ് പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം മന്ത്രിമാരൊക്കെ തന്നെ അതിനെ പ്രതിരോധിച്ചത് കൃത്യമായ അന്വേഷണം നടന്നു, സുതാര്യമായ അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ പ്രമുഖരുൾപ്പെടെയുള്ളവർ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത് സർക്കാരിന്റെ ഒരു കൈകടത്തലും ഉണ്ടായിട്ടില്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ ദിശയിൽ പോകുമ്പോൾ അത് സർക്കാരിന് തന്നെ നേട്ടമായി മാറുമെന്ന പ്രതിരോധം തീർക്കുകയാണ് ഭരണപക്ഷം. എന്തായാലും വീറും വാശിമേറിയ ഒരു മാസത്തെ പ്രചാരണത്തിനൊടുവിൽ ഇന്നിപ്പോ വോട്ടെടുപ്പ് ആരംഭിച്ച് ഉച്ചവരെയുള്ള സമയം നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ വോട്ടർമാർ അതായത് കേരളത്തിലെ 7 ജില്ലകളിലും സംവിധാനം വോട്ടർമാർ ആവേശത്തോടുകൂടി തന്നെയുള്ള സംവിധാനം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറെക്കുറെ പ്രമുഖരൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തെ കഥ പറയുകയാണെങ്കിൽ ഇനി ഉച്ച കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥികളെ ഏറ്റവും മികച്ച പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളായിരിക്കുന്ന ആർ ശ്രീലേഖ ഒപ്പം തന്നെ ശബരിനാഥ് അടക്കമുള്ള ചില പ്രമുഖർ മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം വോട്ട് രേഖപ്പെടുത്താനായി അവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഇന്നത്തെ ദിവസത്തിൽ ചില വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യാം. ഏറ്റവും ബിജെപിയുടെ ഏറ്റവും ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ആർ ശ്രീലേഖ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു പ്രീ പോളിംഗിന്റെ ഒരു സർവേ തിരഞ്ഞെടുപ്പ് 6ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ മികച്ച പോളിംഗ് ആണ് 7 ജില്ലകളിലും രേഖപ്പെടുത്തുന്നത്. ഏറ്റവും കൂടുതൽ ആലപ്പുഴയിലും എറണാകുളത്തുമാണ്. കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ കൂടി ചേരുന്നുണ്ട്. കിരൺ, രാവിലെ തന്നെ എറണാകുളം ജില്ലയിൽ നമ്മൾ വോട്ടർമാരുടെ പ്രതികരണം കണ്ടതാണ്. കോർപ്പറേഷൻ പരിധിയിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും ഒക്കെ വലിയ ആവേശത്തോടു കൂടിയാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഉച്ചവരെയുള്ള ഒരു കാഴ്ച എങ്ങനെയാണ്? അമ്പിളി, രാവിലെ മുതൽ തന്നെ വലിയ പോളിംഗ് ശതമാനം തന്നെയാണ് എറണാകുളം ജില്ലയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 12:45 ഏറ്റവും ഒടുവിലായിട്ട് കണക്ക് ലഭിക്കുന്ന സമയത്ത് 42% പോളിംഗ് രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കെല്ലാം തന്നെ ഈ ഒരു പോളിംഗ് ശതമാനത്തിൻ്റെ ഉയർച്ച അത് ശരിക്ക് വ്യക്തമാകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള വോട്ടിംഗ് ശതമാനമാണ് കൂടിയിരിക്കുന്നത്. ഒപ്പം കൊച്ചി നഗരസഭയിലേക്കടക്കം വലിയ ശതമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാര്യം തന്നെ എടുത്തു പറയേണ്ടതാണ്. ഏതായാലും മികച്ച ഒരു പോളിംഗ് ശതമാനം ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ പോളിംഗ് തുടരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രാവിലെ മരടിൽ കള്ളവോട്ട് പരാതി ഉണ്ടായെങ്കിലും പിന്നീട് ഈ വോട്ട് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. മരടിൽ NDA സ്ഥാനാർത്ഥിയുടെ അമ്മയുടെ പേരിലാണ് കള്ളവോട്ട് രേഖപ്പെടുത്തിയായിട്ടുള്ള ഒരു പരാതി ഉയർന്നിരുന്നത്. NDAയുടെ മരട് മുനിസിപ്പാലിറ്റി 20ാം ഡിവിഷൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രദീപ് കുമാറിന്റെ അമ്മ മണി രാധാകൃഷ്ണൻ കള്ളവോട്ട് രേഖപ്പെടുത്തിയായിട്ടുള്ള ഒരു പരാതി ഉയർന്നിരുന്നത്. NDAയുടെ മരട് മുനിസിപ്പാലിറ്റി 20ാം ഡിവിഷൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രദീപ് കുമാറിന്റെ അമ്മ മണി രാധാകൃഷ്ണൻ കള്ളവോട്ട് രേഖപ്പെടുത്തി എന്നുള്ള ഒരു ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് BJP പ്രവർത്തകർ ഇത് ചലഞ്ച് ചെയ്യുകയും തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസറുടെ അനുവാദത്തോടെ മണി രാധാകൃഷ്ണൻ വോട്ട് ചെയ്യാനായിട്ട് അനുവാദം നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ തന്നെ വോട്ടിംഗ് യന്ത്രം തകരാറിലായിക്കൊണ്ട് പെരുമ്പാവൂർ മുടക്കുഴയിൽ അല്പസമയം വോട്ട് നിർത്തിവെക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ മൂവാറ്റുപുഴ ഇലാഹിയ കോളേജിലും ഇത്തരത്തിൽ സംഭവങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഈ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ തകരാറുകൾ ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇപ്പോഴും വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഏതായാലും വലിയൊരു ശതമാനം അത് വോട്ടർമാരുടെ കാര്യത്തിൽ പോളിംഗിൽ വലിയൊരു ശതമാനം തന്നെയാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഉച്ചവരെ എത്തുമ്പോഴത്തേക്കും അത് 42% പോളിംഗിലേക്ക് എത്തുന്നു. പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ ഇപ്പോഴും ആളുകളുടെ തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രമുഖരായിട്ടുള്ള പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ 42% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ
ഉച്ച സമയമാണ്. പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. അജയ്നാഥ് ഉണ്ട്. അജയ്, ആലപ്പുഴയിലും 42% പോളിംഗ് ആണ് 6 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. എങ്ങനെയാണ് ഉച്ചവരെ ആകുമ്പോഴേക്കുള്ള ഒരു പൊതുസ്ഥിതി? തീർച്ചയായും 42% മുകളിലേക്ക് എത്തിയിരിക്കുന്നു പോളിംഗ്. പുലർച്ചെ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചത് മുതൽ വലിയ ഒരു ജനാവലി തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഉണ്ടായിരുന്നു. ചെറിയ ആശങ്കകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അതായത് ചില വോട്ടിംഗ് മെഷീനുകൾ തകരാറിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു വലിയ ആവശ്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് മാറുന്നു. അതായത് രാഷ്ട്രീയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജില്ലയായി കൂടി ആലപ്പുഴ മാറുന്നുണ്ട്. പ്രധാന രാഷ്ട്രീയ നേതാക്കൾ എല്ലാം തന്നെ ഉള്ള ഒരു ജില്ല കൂടിയാണ്. 3 മുന്നണികളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട അവരുടെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിന്റെ പുറത്തുകൂടിയാണ് ഇത്തവണ ഇലക്ഷനെ നേരിടുന്നത്. എന്തായാലും BJP ഉൾപ്പെടെയുള്ള മുന്നണികൾ വോട്ട് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJPക്ക് വലിയൊരു വോട്ടിലൊരു വർധനവുണ്ടായ ജില്ല കൂടിയാണ്. മറ്റൊന്ന് ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തിന് നല്ല വേരോട്ടമുള്ള വളക്കൂറുള്ള ഒരു മണ്ണ് കൂടിയാണ് ആലപ്പുഴ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ വലിയ ഒരു മുന്നേറ്റം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. UDFും ഇത്തവണ ഒട്ടും പ്രതീക്ഷ കുറവ് വെക്കുന്നില്ല. UDF നേതാക്കളെല്ലാം തന്നെ ആ നിലയിലുള്ള വലിയ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എല്ലാ ബൂത്തുകളിലും വലിയൊരു ആവേശം ഈ UDF വോട്ടർമാർക്കിടയിലുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുണ്ട് എന്നുള്ള ഒരു വിവരം അവർ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന സാഹചര്യമുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. സർക്കാരിനെതിരെ ഒരു വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന വിശ്വാസത്തിലാണ് UDF ക്യാമ്പിലുള്ളത്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വർദ്ധിച്ച വോട്ട് ഇത്തവണ ഈ ത്രിതല തെരഞ്ഞെടുപ്പിലും ആ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് NDA മുന്നണിയുള്ളത്. മറ്റൊന്ന് LDFിനെ സംബന്ധിച്ചിട്ടാണ്. LDFിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും ഇത്തവണ CPIയും CPMും തമ്മിലുള്ള ഒരു സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കവും വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അത് 6 പഞ്ചായത്തുകളിലാണ് CPMും CPIയും തമ്മിൽ മത്സരരംഗത്തുള്ളത്. അവിടെ ജനവിധി ഏത് നിലയിലായിരിക്കും എന്നതിനെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക ഇടതുപക്ഷത്തിന്റെ പാളയത്തിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ജനവിധി അറിയാൻ കേവലമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പോളിംഗ് ഏറ്റവും മികച്ച രീതിയിൽ പോളിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. ഈ 6 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ 42% അധികത്തിലേക്ക് വരുന്നു. ഏതാണ്ട് 7 ലക്ഷത്തിന് മുകളിൽ വോട്ടർമാർ ഇപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കേണ്ട വിവരം. എന്തായാലും ഇനിയുള്ള നിമിഷങ്ങളിലും ഒരു 90-ന് മുകളിലേക്ക് പോളിംഗ് പോകും. ശരി, ആലപ്പുഴയിൽ വോട്ടർമാരുടെ മികച്ച പ്രതികരണമാണ് അനുഭവപ്പെടുന്നത്. അജയ് സൂചിപ്പിച്ചതുപോലെ 7 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലും വോട്ടിംഗ് സുഗമമായി പുരോഗമിക്കുകയാണ്. മലയോര മേഖലകളിലും നഗരപ്രദേശത്തും പോളിംഗ് ശതമാനം ഭേദപ്പെട്ട നിലയിലാണ്. ഭേദപ്പെട്ട ഈ പോളിംഗ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ, പത്തനംതിട്ടയിലും പോളിംഗ് ശതമാനം 40% കടന്നിരിക്കുന്നു. പല രാഷ്ട്രീയ സംഭവങ്ങളും, പ്രത്യേകിച്ച് ശബരിമല, രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. ഉച്ചവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ എങ്ങനെയാണ്? പത്തനംതിട്ട ജില്ലയിൽ രാവിലെ 7-ന് വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ ഭേദപ്പെട്ട വോട്ടിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉച്ച ആയപ്പോൾ ഏതാണ്ട് 40% മുകളിൽ എത്തിയിട്ടുണ്ട്. ഈ വോട്ടിംഗ് ശതമാനം ഉയരുന്നത് 3 മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്. LDFിനും UDFിനും ഒപ്പം BJPക്കും നിർണായക സ്വാധീനമുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല. NDAയും UDFും ശബരിമല വിഷയം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് ഇത്തവണ വോട്ട് പിടിച്ചത്. ഇതാണ് ഈ പോളിംഗ് ശതമാനം ഉൾപ്പെടെ ഇതിൽ പ്രതിഫലിക്കുമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉൾപ്പെടെ LDF ഇതിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ 3 മുന്നണികൾക്കും വോട്ടിംഗ് ശതമാനം ഉയരുന്നത് അതുകൊണ്ട് തന്നെ നിർണായകമായ ഒരു കാര്യമാണ്. വൈകുന്നേരത്തോടെ വോട്ടിംഗ് ശതമാനം ഇനിയും ഉയരാനാണ് സാധ്യത. ജില്ലയിൽ കഴിഞ്ഞ തവണയ്ക്ക് മുൻപ് വരെ UDFിന്റെ ഉറച്ച കോട്ടയായിരുന്നു പത്തനംതിട്ട ജില്ല. എന്നാൽ കഴിഞ്ഞ തവണ നഗരസഭയും ജില്ലാ പഞ്ചായത്തും അടക്കം LDF പിടിച്ചെടുത്തിരുന്നു. ഇതൊക്കെ തിരികെ പിടിക്കാൻ UDF ശ്രമിക്കുമ്പോൾ BJP കൂടുതൽ സ്ഥലങ്ങളിൽ വോട്ട് നേടി അധികാരത്തിലെത്തുന്ന രീതിയിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. എന്തായാലും വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെ പത്തനംതിട്ട ജില്ലയിൽ ഉയരുന്നത് 3 മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്നു. പത്തനംതിട്ട ജില്ലയിലും വോട്ടിംഗ് സുഗമമായി പുരോഗമിക്കുന്നു. 40%-ലധികം പോളിംഗ് കഴിഞ്ഞു. ഇനി കൊല്ലം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, കൊല്ലത്തും നമുക്ക് നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ വോട്ടർമാരുടെ ഒരു മികച്ച പ്രതികരണമാണ് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടത്. ഉച്ചവരെ ആകുമ്പോൾ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ എങ്ങനെയാണ്? ഇപ്പോഴും പല ബൂത്തുകളിലും വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ്?
തീർച്ചയായും അമ്പിളി, കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ പോളിംഗ് ശതമാനം 41.14% എന്ന കണക്കിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ജില്ലയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പോളിംഗ് ഉച്ചവരെ നടക്കുന്നു എന്ന് വേണം കരുതാൻ. ഉച്ചയ്ക്ക് ശേഷവും ഇത്തരത്തിൽ ജില്ലയുടെ ഒരു നിലവിലുള്ള ഒരു സ്ഥിതി കഴിഞ്ഞ തവണത്തേക്ക് തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഇത്തവണ മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ശുഭപ്രതീക്ഷയിലാണ്. ഇത്തരത്തിൽ സംവിധാനങ്ങളെല്ലാം അവരുടെ സംവിധാന അവകാശം വിനിയോഗിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രധാനമായും 22.5 ലക്ഷത്തോളം വോട്ടർമാരാണ് കൊല്ലം ജില്ലയ്ക്ക് ആകെയുള്ളത്. അതിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ നിയമസഭ, നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചും കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ ഈ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കോർപ്പറേഷൻ പരിധിയിലെ വോട്ടർമാരുടെ ഒരു പ്രതികരണം നോക്കുമ്പോൾ അത് അല്പം കുറഞ്ഞു നിൽക്കുന്ന കണക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പോലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പോളിംഗ് ശതമാനം ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നുള്ളതും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ഒരു മികച്ച നിലയിലേക്ക് ജില്ലയിൽ മികച്ച പോളിംഗ് ശതമാനം ഉയരും എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവില്ല. പ്രധാന വ്യക്തികളൊക്കെ തന്നെ ഇപ്പോൾ രാവിലെ തന്നെ ഈ തവണ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു കാഴ്ചയും കൊല്ലം ജില്ലയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. മന്ത്രി എൻ കെ പ്രേമേന്ദ്രൻ MP, ഒപ്പം മന്ത്രിമാരായ KN ബാലഗോപാൽ, ചിഞ്ചുറാണി, മുകേഷ് MLA, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ രാവിലെ തന്നെ അവരുടെ സംവിധാന അവകാശം വിനിയോഗിച്ചു. ഒപ്പം തന്നെ ഇവരെല്ലാം തന്നെ പ്രതീക്ഷയിലുമാണ്. ഇത്തവണ UDF കൊല്ലം കോർപ്പറേഷനിൽ അധികാരം തിരിച്ചുപിടിക്കുമെന്നൊരു പ്രതീക്ഷയാണ് എൻ കെ പ്രേമേന്ദ്രൻ MP പങ്കുവയ്ക്കുകയുണ്ടായത്. കൊടിക്കുന്നിൽ സുരേഷും ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ഇത്തവണ 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേരളം മുഴുവൻ ഭരണം പിടിക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് UDFിനുള്ളത്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇടതിന്റെ ഒരു കോട്ടയെന്ന് വേണം പറയാൻ. കാരണം മുനിസിപ്പാലിറ്റികൾ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലത്തും 45% പോളിംഗ് ഉച്ചവരെ ആകുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലയിടത്തും ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ MC ബോബൻ ചേരുന്നുണ്ട്. ബോബൻ, ഇടുക്കിയിൽ നേരത്തെ പോളിംഗ് ഭേദപ്പെട്ട നിലയിലായിരുന്നെങ്കിലും ഒരു മന്ദഗതിയിലായിരുന്നു പോയിരുന്നത്. ഇപ്പോൾ 43% പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ മലയോര മേഖലയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാവകാശം അവിടെ ഉണ്ടാകും. ഇടുക്കിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഉച്ചവരെയുള്ള ഒരു കണക്കുകൾ? ഇടുക്കിയിൽ പോളിംഗ് നില വീണ്ടും ശക്തമായിട്ടുണ്ട്. രാവിലെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് മന്ദഗതിയിലായിരുന്നു. ഇപ്പോൾ പക്ഷേ പോളിംഗ് ശതമാനം 43% അടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം ഉയരും എന്ന ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ തവണ 76.5% ജില്ലയിലെ പോളിംഗ് ശതമാനം. ഇത്തവണ ഇപ്പോൾ കാണുന്ന ഒരു പോളിംഗ് ശതമാനം അനുസരിച്ചാണെങ്കിൽ കൂടുതലാകാനാണ് സാധ്യത. തൊടുപുഴ നഗരസഭയിൽ ഇപ്പോൾ 42.44%, കട്ടപ്പന നഗരസഭയിൽ 40% പേരാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിക്ക് ശേഷം വീണ്ടും പോളിംഗിൽ വീണ്ടും ശക്തമാകാനാണ് സാധ്യത. ബ്ലോക്ക് പഞ്ചായത്തുകളിലും 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഏതാണ്ട് 40% തന്നെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇടത് വലത് മുന്നണികൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത് സർക്കാരിന്റെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുമാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. എന്നാൽ PJ ജോസഫ്, കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് പറഞ്ഞത് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇത്തവണ വലിയ മാറ്റമുണ്ടാകും, UDFിന്റെ വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നാണ് PJ ജോസഫ്, കേരള കോൺഗ്രസ് ചെയർമാൻ പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് LDF ആണ് ഭരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ 7 ജില്ലകളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. ഉച്ചവരെ 40% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു 7 ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ. നടി ആക്രമിക്കപ്പെട്ട കേസ് പ്രോസിക്യൂഷൻ നന്നായി കൈകാര്യം ചെയ്തുവെന്നും നിയമപരമായ പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിജീവിതയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാർ നൽകി, അതിനിയും തുടരും. അടൂർ പ്രകാശിന്റെ പ്രസ്താവന UDF നിലപാടാണ്. പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കുന്നില്ല. UDF കൺവീനറുടെ പ്രതികരണം വിചിത്രമാണ്, നാടിന്റെ പൊതുവികാരത്തിനെതിരായ പ്രസ്താവനയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രോസിക്യൂഷൻ രംഗം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പൊതുവെ ഉണ്ടായ ധാരണ. എല്ലാ ഘട്ടത്തിലും ആ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹവും നിയമവൃത്തങ്ങളുമെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നുവെന്ന സന്ദേശം തന്നെയാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള
നടപടികൾ പൊതുവിലുണ്ടാക്കിയിട്ടുണ്ട്. കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിൻ്റെ നിയമപരമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് തുടർ നടപടികൾ എന്തൊക്കെ വേണമെന്നുള്ളത്. ദിലീപിന് നീതി കിട്ടിയെന്ന പ്രസ്താവന വിവാദമായതോടെ മലക്കം മറിഞ്ഞ് UDF കൺവീനർ അടൂർ പ്രകാശ്. താൻ അതിജീവിതയ്ക്കൊപ്പമെന്നും മാധ്യമങ്ങൾ നൽകിയത് ഒരു വശം മാത്രമെന്നും അടൂർ പ്രകാശ്. ദിലീപിന് നീതി കിട്ടിയെന്നും വേറെ ഒരു പണിയുമില്ലാത്തതിനാൽ സർക്കാർ അപ്പീലിന് പോകുമെന്നും ആരെയൊക്കെ ഉപദ്രവിക്കാമെന്ന് ചിന്തിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളതെന്നുമാണ് അടൂർ പ്രകാശ് നേരത്തെ പറഞ്ഞത്. UDF കൺവീനറെ തള്ളി KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അടൂർ പ്രകാശ് നിലപാട് മാറ്റിയത്. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി. ദിലീപിനെ അതിപ്പോ ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ഒരു നിലപാട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉള്ള നിലപാടുകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾക്കനുസരിച്ച് ഞാൻ പറയാറുണ്ട്. അതൊക്കെ എൻ്റെ ഒരു നിലപാടാണ്. ഇപ്പം ഞാൻ ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്ത് പറഞ്ഞ് അത് വെട്ടിലാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ ചെയ്യുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവും ഞാനും പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് ആദ്യമായിട്ട് പ്രതികരിച്ചത്. അതില് സർക്കാർ പ്രോസിക്യൂഷൻ കൊടുത്ത ചാർജ് ഷീറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സർക്കാർ പരാജയപ്പെട്ടു, പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. കൃത്യമായ തെളിവ് സഹിതം അന്വേഷണ ഏജൻസി കേസ് കോടതിയിൽ സമർത്ഥിക്കാൻ പരാജയപ്പെട്ടു. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, റിലയബിൾ ലീഗൽ എവിഡൻസ്, കൺക്ലൂസീവ് പ്രൂഫ്. അത് കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, ഈ നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്ന ശേഷം പൊതുസമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോഴാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ഒരു പ്രതികരണം ദിലീപിന് അനുകൂലമായി വരുന്നത്. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഒരു വോട്ടെടുപ്പ് നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ എല്ലാ നേതാക്കളും അടൂർ പ്രകാശിനെ തള്ളി രംഗത്ത് വന്നു. ഈ സാഹചര്യത്തിലാണോ വീണ്ടും നിലപാട് മാറ്റി മലക്കം മറിഞ്ഞ് UDF കൺവീനർ രംഗത്തെത്തിയത്? തീർച്ചയായും മമ്പടി, UDFന്റെ മുഴുവൻ നേതാക്കളെയും പ്രതിരോധത്തിലാക്കിയാണ് UDF കൺവീനർ എന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നു കൊണ്ട് അടൂർ പ്രകാശ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ദിലീപിനെ ന്യായീകരിക്കുകയും പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ദിലീപിന്റെ വാദങ്ങൾ അതേ രീതിയിൽ തന്നെ, അതായത് ദിലീപിനെ കൊടുക്കാനായി അദ്ദേഹം പറഞ്ഞതുപോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ശ്രമിച്ചിട്ടുണ്ട് എന്നുപോലും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ദിലീപിന് നീതി കിട്ടി, സർക്കാർ അപ്പീൽ പോവുകയാണെങ്കിൽ ദിലീപിനെ വീണ്ടും ഉപദ്രവിക്കാനാണ്. അതായത് പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും ദിലീപിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. അതേസമയം ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കം അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന നിലപാട് പരസ്യമായി പറയുമ്പോഴാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഇത് പറഞ്ഞത്. ഇത് എല്ലാ അർത്ഥത്തിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു. അപകടം മണത്തറിഞ്ഞ ഉടൻ തന്നെ, അതായത് മറുഭാഗത്ത് CP മുഖ്യമന്ത്രി അടക്കമുള്ളവർ കോൺഗ്രസിനെ അടിക്കാനുള്ള ആയുധമാക്കിയത് പുറത്തെടുക്കുമ്പോഴാണ് ഇതിന്റെ അപകടം തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ KPCCയിൽ വിളിച്ചു വരുത്തിയാണ് അദ്ദേഹത്തിനുള്ള നിലപാട് തിരുത്താനായി പറയുന്നു. അതനുസരിച്ച് തന്നെ അദ്ദേഹം നിലപാട് തിരുത്തി. നിലപാട് തിരുത്തുമ്പോഴും താൻ നിലപാട് തിരുത്തുന്നു എന്ന് അദ്ദേഹം പറയുന്നില്ല. താൻ നേരത്തെയും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അന്നും ഇന്നും ഒരേ നിലപാട്. UDFനൊപ്പവും കോൺഗ്രസിനൊപ്പവും തന്നെയാണ്. വ്യത്യസ്തമായ ഒരു അഭിപ്രായം തനിക്കില്ല. അത് മാധ്യമങ്ങൾ ആ അഭിപ്രായത്തെ വളച്ചൊടിച്ചു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അതിൽ ചില ഭാഗം മാത്രം അടർത്തിയെടുത്തു എന്ന് പൂർണ്ണമായും മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നു. തന്റെ നിലപാടിൽ ഒരു മാറ്റവുമല്ല, അന്നും ഇന്നും കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. അപ്പോഴും ദിലീപിനെ തള്ളി പറയാനോ അല്ലെങ്കിൽ ആ നിലപാട് ഒന്നുകൂടി എടുത്തു പറയാനോ അദ്ദേഹം വ്യക്തമാകുന്നില്ല. എന്നാൽ അതിജീവിതയ്ക്കൊപ്പമാണോ എന്ന് പോലും അദ്ദേഹം പറയാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അമ്പിളി, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫിലിറ്റ് ഡിസൂസ. ശ്രീലേഖയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. പ്രീ പോൾ സർവേ ഫലം പരസ്യപ്പെടുത്തിയ സംഭവം സൈബർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവം ഗൌരവതരമെന്ന് കമ്മീഷൻ. പോളിംഗ് കഴിയും മുമ്പ് പ്രീ പോൾ സർവേ പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്ന സുപ്രീം കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മാർഗനിർദ്ദേശം നിലനിൽക്കെയാണ് ശ്രീലേഖയുടെ നടപടി വിവാദമാകുന്നത്. Amritam powered by Dhanalakshmi Bank, banking on relationships forever.
ശബരിമലയിൽ തീർത്ഥാടനത്തിനെത്തി അസുഖം കാരണം മരിക്കുന്നവർക്കായി ഈ സീസണിൽ ആരംഭിച്ച പിൽഗ്രിം റിലീഫ് ഫണ്ടിലൂടെ സമാഹരിച്ചത് 40 ലക്ഷത്തിലേറെ രൂപ. ശബരിമലയിൽ മല കയറുന്നതിനിടെ മരണപ്പെടുന്നവർക്ക് 2 ലക്ഷം രൂപ വീതം നൽകാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ശബരിമലയിലെത്തി അസുഖം കാരണം മരിക്കുന്ന ഭക്തർക്കായി വിതരണം ചെയ്യുന്ന പിൽഗ്രിം റിലീഫ് ഫണ്ടിൽ ഈ വർഷം ഏകദേശം 40 ലക്ഷത്തോളം രൂപയാണ് എത്തിയിട്ടുള്ളത്. ശബരിമലയിൽ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്ന ഓരോ തീർത്ഥാടകനിൽ നിന്നും നിർബന്ധമല്ലാതെ ഈടാക്കുന്ന 5 രൂപയും സംഭാവന എന്ന രീതിയിൽ താൽപ്പര്യമുള്ളവർ നൽകുന്ന സംഖ്യയും ഉൾപ്പെടെയാണ് 40 ലക്ഷത്തോളം രൂപ പിൽഗ്രിം റിലീഫ് ഫണ്ടിലൂടെ എത്തിയത്. ഈ മണ്ഡലകാലത്ത് 17ഓളം പേരാണ് ഹൃദയാഘാതം പോലുള്ള അസുഖങ്ങൾ കാരണം ശബരിമല സന്നിധാനത്തേക്കുള്ള യാത്രക്കിടെ മരിച്ചതെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ OC ബിജു പറഞ്ഞു. സംഭാവനയായ 5 രൂപ നൽകാത്തവർക്കും ആനുകൂല്യത്തിന് അർഹതയുണ്ട്. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സ്പോട്ട് ബുക്കിംഗ് എടുക്കുന്നവർക്ക് ഇത് ലഭിക്കില്ല. നിലയ്ക്കൽ മുതൽ ശബരിമല സന്നിധാനത്തിലേക്കുള്ള നിശ്ചിത വഴികളിലൂടെ നിയമാനുസൃതമായി വരുന്ന തീർത്ഥാടകർക്കെല്ലാം പരിരക്ഷ ലഭിക്കും. ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയ സ്വാഭാവിക അസുഖങ്ങൾ കാരണമാണ് മരിച്ചതെന്ന് കാണിക്കുന്ന തീർത്ഥാടന പാതയിലെ ആശുപത്രിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ സഹിതമാണ് ആശ്രിതർ അപേക്ഷിക്കേണ്ടത്. ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെ 4 പേരടങ്ങുന്ന സമിതി ഇത് പരിശോധിച്ച് സഹായം നൽകാൻ നടപടി സ്വീകരിക്കും. 2 ലക്ഷത്തോളം രൂപയാണ് ആശ്രിതർക്ക് നൽകാൻ തീരുമാനമായത്. അന്തിമ ഉത്തരവിറങ്ങുന്നതോടെ ഈ മണ്ഡലകാലത്ത് ശബരിമലയിൽ വെച്ച് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഈ പരിരക്ഷ ലഭിക്കും. പുല്ലുമേട് ദുരന്തം നടന്ന പശ്ചാത്തലത്തിൽ തീർത്ഥാടകർക്കായി ഒരു ദുരിത സഹായ നിധി രൂപവൽക്കരിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഹായനിധി സ്വരൂപിച്ചത്. MM രാഗേഷ്, അമൃത ന്യൂസ്, സന്നിധാനം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ കോടിക്കണക്കിന് രൂപ സഹകരണ ബാങ്കുകളിലും സൊസൈറ്റികളിലും നിക്ഷേപിച്ചതായി ആരോപണം. തിരുനെല്ലി, മാനന്തവാടി സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച തിരുനെല്ലി, തൃശ്ശിലേരി ക്ഷേത്രങ്ങളുടെ പണം ഉടൻ തിരിച്ചു നൽകണമെന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് മറ്റു ക്ഷേത്രങ്ങളിലെ നിക്ഷേപ വിവരങ്ങളും പുറത്തുവരുന്നത്. കോഴിക്കോട് ഉള്ളിയേരി സ്വദേശി രവിയാണ് വിവരാവകാശ രേഖ പ്രകാരം മറ്റു ക്ഷേത്രങ്ങളുടെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ഇന്ന് വൈകിട്ട് പണം തിരിച്ചടയ്ക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സഹകരണ സംഘങ്ങളിൽ നിക്ഷേപം നടത്തരുതെന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം പാലിക്കാതെയാണ് ചില ക്ഷേത്രങ്ങൾ ഇത്തരം പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത്. തിരുനെല്ലി, തൃശ്ശിലേരി, കൊട്ടിയൂർ തുടങ്ങി 50 ക്ഷേത്രങ്ങളിലെ കണക്കുകളാണ് ഉള്ളിയേരി സ്വദേശിയായ രവി പുറത്തുവിടുന്നത്. ക്ഷേത്രങ്ങളിലെ കോടിക്കണക്കിന് രൂപയാണ് വിവിധ സഹകരണ ബാങ്കുകളിലും സൊസൈറ്റികളിലും നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിൽ അംഗീകൃതമല്ലാത്ത സൊസൈറ്റികളുമുണ്ടെന്നും ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് ഇതുവഴി കമ്മീഷൻ ലഭിക്കുന്നുണ്ടെന്നും രവി പറയുന്നു. ഇത്തരം സൊസൈറ്റികളിലേക്ക്, അതായത് തെറ്റായുള്ള സൊസൈറ്റികളിലേക്ക്, എൻ്റെ വാക്കതാണ്, അങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞാൽ 1 കോടി രൂപയ്ക്ക് 5 ലക്ഷം റുപ്യ കമ്മീഷനാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഞാനെടുത്ത കണക്ക് പ്രകാരം എനിക്ക് തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറും മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ കിട്ടിയത് പ്രകാരം 148 കോടി 60 ലക്ഷത്തി 963 രൂപ ഇവിടെ ഇതുവരെ പുറത്തു വരാത്തതാണ്. ഇത്രയും പൈസ ഇവിടെ ഇത് ക്ഷേത്രങ്ങളുടെ പൈസ ഉണ്ട്. തിരുനെല്ലി, തൃശ്ശിലേരി ക്ഷേത്രങ്ങളിലെ 17 കോടി രൂപ തിരുനെല്ലി, മാനന്തവാടി സഹകരണ ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപം ഉണ്ടെന്ന് കാണിച്ച് രവി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പണം എത്രയും പെട്ടെന്ന് തിരികെ നൽകണമെന്ന് ഹൈക്കോടതി വിധിയുണ്ടായി. എന്നാൽ തിരുനെല്ലി, മാനന്തവാടി സഹകരണ ബാങ്കുകൾ സ്ഥിര നിക്ഷേപം തിരിച്ചു നൽകാൻ സാവകാശം തേടി സുപ്രീം കോടതിയെ സമീപിച്ചു. ക്ഷേത്രത്തിലെ പണം ദൈവത്തിൻ്റെതെന്നായിരുന്നു സുപ്രീം കോടതി വിധി. ക്ഷേത്രത്തിന്റെ പണം സഹകരണ ബാങ്കുകളെ സമ്പന്നമാക്കാനുള്ളതല്ലെന്നും കോടതി വിമർശിച്ചു. ഞാൻ എന്തായാലും ശരി ഈ വിഷയത്തിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനുള്ള തയ്യാറെടുപ്പ് എന്നല്ല, ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇത് മര്യാദയ്ക്ക് ഇവർ കൊടുക്കില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം കൊടുക്കാൻ പൈസയില്ല. പലപ്പോഴും പലരും എടുത്തതെന്ന് വെച്ചാൽ ഇതൊരു തെറ്റായുള്ള രീതിയിലേക്കാണ് ഈ പൈസ കൊണ്ടുപോയത്. ദേവസ്വം ഭാരവാഹികൾ ചേർന്ന് സഹകരണ സൊസൈറ്റി ഉണ്ടാക്കി ക്ഷേത്രത്തിലെ പണം അതിൽ നിക്ഷേപിക്കുന്നു എന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രവിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അമൃത ന്യൂസ് യൂട്യൂബിൽ വാർത്തകൾ തുടരും.